ആലപ്പുഴ കരുമാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിന് പ്രതികൾ പ്രചോദനമാക്കിയത് സ്പൈഡർ എന്ന സിനിമ. പെൺകുട്ടിയുടെ അമിത ഫോൺ ഉപയോഗം, രാത്രി വൈകിയെത്തുന്നത്, ആൺകുട്ടികളോടുള്ള സൗഹൃദം ഇവ വിലക്കിയതാണ് ശിവൻകുട്ടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. വീടിന്റെ ആസ്പെറ്റോസ് ഷീറ്റ് ഇളക്കി അകത്ത് കിടക്കുകയും തുടർന്ന് ഇദ്ദേഹത്തെ കെട്ടിയിട്ട ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുകയും ചെയ്തത് ഈ ദൃശ്യങ്ങൾ ആ പെൺകുട്ടിയെ കാണിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്നുള്ള പണവും അതോടൊപ്പം തന്നെ ആ സ്വർണ്ണാഭരണങ്ങളും ഇവർ കൈക്കലാക്കുന്നു. പെൺകുട്ടി ഈ ഇദ്ദേഹം ബാറ്റ് ചെയ്തിട്ടൊക്കെ ഇയാളോട് പറഞ്ഞിട്ട് ഒരു റിവെഞ്ചിന്റെ ഒരു ആംഗിൾ കൂടി ഇതിൽ വരുന്നുണ്ട്. ആലപ്പുഴ ഹരിപ്പാട് കരുവാറ്റ എന്ന് പറയുന്ന സ്ഥലത്തെ ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ട വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. 13 വയസ്സുള്ള കൊച്ചുമകളും കൂട്ടുകാരോടെ ചേർന്നിട്ടായിരുന്നു ഈ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇതിൻ്റെ മെയിൻ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നതാണ് 13 വയസ്സുകാരി പെൺകുട്ടി. ഒന്ന് ആലോചിച്ചോണം നമ്മുടെ കാലത്തിൻ്റെയൊക്കെ ഒരു പോക്കേ. നമ്മുടെയൊക്കെ 13-ാമത്തെയും 15-ാമത്തെയും വയസ്സിൽ നമ്മളൊക്കെ പണ്ട് എന്തോ ചെയ്യുമായിരുന്നടേ. ഒന്ന് ആലോചിക്കുക, ഇന്നത്തെ കാലത്ത് പിള്ളേർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അതായത് അവർക്കെതിരെ എന്തെങ്കിലും നമ്മൾ ചൂടായാലോ, അവരെ ഒന്ന് തുറിച്ച് നോക്കിക്കഴിഞ്ഞാലോ, അവരുടെ ഉള്ളിൽ വരുന്ന വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എങ്ങനെങ്കിലും കൊല്ലണം, ആ ഒരു ചിന്തയാണ് വരുന്നത്. ഒന്ന് ആലോചിച്ചോണം, 13 വയസ്സുകാരി പെൺകുട്ടിയാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ വരുന്നുണ്ട്. മോഷണ ശ്രമമാണെന്ന് വരുന്നുണ്ട്, പിന്നെ റിവെഞ്ച് ആണെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതായത് പണ്ട് ഈ പ്രായം ചെന്ന മനുഷ്യൻ ഈ പെൺകുട്ടിയെടുത്ത് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നെ അതേപോലെ തന്നെ അമിതമായിട്ട് മൊബൈൽ യൂസ് ചെയ്തതിന് വഴക്ക് പറഞ്ഞതിനും, താമസിച്ച് വീട്ടിൽ വരുന്നതിന് വഴക്ക് പറഞ്ഞതിനും അതിൻ്റെ പേരിലാണെന്ന് പറയുന്നുണ്ട്. ഇതുവരെയും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല ഒന്നിനും. ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടി ഉണ്ടല്ലോ, അതായത് ഈ ആസൂത്രണം ചെയ്ത ഈ കൊച്ചുമകൾ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഗൾഫിലാണ്. ഈ പെൺകുട്ടി ഈ പ്രായം ചെന്ന മനുഷ്യൻ്റെ കൂടെയാണ് വാടകയ്ക്ക് അവിടെ താമസിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പേരൻസിൻ്റെ കയ്യിലെ പ്രശ്നമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇന്നത്തെ കാലത്ത് പിള്ളേർ സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടിട്ടോ അങ്ങനെയൊന്നും ഇൻസ്പയർ ആവുന്നതല്ല. പല പ്രശ്നങ്ങളും വീടുകളിൽ ഉണ്ടാവുന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ ആവുന്നത്. പ്രോപ്പറായിട്ടുള്ള പേരൻറ്റിങ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഈ ഒരു പെൺകുട്ടിയെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഈ 2 പേര് ഗൾഫിൽ, എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ എന്ത് ചെയ്യുവാണെന്ന്. പിന്നെ എന്തിനാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു കുട്ടി വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് നോക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? അതൊന്നും ആലോചിക്കണം. ഈ 13 വയസ്സുകാരിക്ക് 17 വയസ്സുകാരനെങ്ങാണ്ട് കാമുകനുണ്ട്. ആ കാമുകൻ്റെ അടുത്ത് ഇയാളെപ്പറ്റി ഓരോന്ന് പറഞ്ഞു കൊടുത്ത് കാമുകിക്ക് വേണ്ടിയിട്ട് റിവെഞ്ച് എടുത്ത് ആളെ തട്ടി എന്നുള്ള രീതിയിലോട്ടൊക്കെയാണ് പോകുന്നത് സംഭവം. എന്തായാലും നമുക്ക് വാർത്തയൊന്ന് കാണാം. ആലപ്പുഴ കരുമാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിന് പ്രതികൾ പ്രചോദനമാക്കിയത് സ്പൈഡർ എന്ന സിനിമ. പ്രായപൂർത്തിയാകാത്ത കുറ്റാരോപിതരിൽ ഒരാളാണ് ഈ ആശയം അവതരിപ്പിച്ചത്. വീടിന് മച്ചുള്ളതിനാൽ മുകളിൽ നിന്നും കല്ലിട്ട് കൊല്ലാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ആ രീതി ഉപേക്ഷിക്കുകയായിരുന്നു. അതായത് സ്പൈഡർ എന്ന് പറയുന്നൊരു മൂവി കണ്ടിട്ടാണ് ഇങ്ങനൊരു പരിപാടി ചെയ്യാനായിട്ട് ഇറങ്ങിയത്. അതായത് ഓൾറെഡി ഉള്ളിൽ ദേഷ്യമുണ്ട്. അപ്പം പലതവണ ഈ ഒരു മനുഷ്യനെ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു സാഹചര്യം ഒത്തു വന്നപ്പോഴത്തേക്ക് നൈസായിട്ട് സംഭവം ചെയ്തു. അതും കെട്ടിയിട്ട് ഡ്രസ്സെല്ലാം മാറ്റി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. ആലോചിക്കുക, ഈ പ്രായത്തിലുള്ള പിള്ളേരുടെ ഉള്ളിലുള്ള ക്രിമിനൽ ബുദ്ധി ഒന്ന് ആലോചിക്കുക. അത് പറഞ്ഞു, ഞാൻ പലവട്ടം വീഡിയോ ചെയ്യുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു 10-25 വയസ്സിന് താഴെയുള്ള എല്ലാം അധികം വന്ന കുറേ എണ്ണമാണെന്ന്. കാര്യം ഒറ്റ ഒരെണ്ണത്തിൻ്റെ അടുത്ത് സംസാരിക്കാനും അല്ലെങ്കിൽ നേർവഴി പറഞ്ഞു കൊടുക്കാനും നമുക്ക് പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നമുക്കെതിരെ അവർ റിയാക്ട് ചെയ്യുവാണ്. അടി കൊടുത്ത് വളർത്തണം. ഇനിയിപ്പോൾ അടി കൊടുത്തിട്ട് നിന്നില്ലെങ്കിൽ ഇതിനെയൊക്കെ വീട്ടിൽ നിന്ന് അടിച്ച് വെളിയിലാക്കണം. അതാ ചെയ്യേണ്ടത്. പെൺകുട്ടിയുടെ അമിത ഫോൺ ഉപയോഗം, രാത്രി വൈകിയെത്തുന്നത്, ആൺകുട്ടികളോടുള്ള സൗഹൃദം ഇവ വിലക്കിയതാണ് ശിവൻകുട്ടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. പറഞ്ഞത് കേട്ടല്ലോ, അമിതമായിട്ടുള്ള ഫോൺ യൂസ്, സുഹൃത്തുക്കളുമായിട്ടുള്ള ഓവറായിട്ടുള്ള കമ്പനി, ഇതിനെയെല്ലാം ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള പരിപാടി ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, മക്കളുടെ അടുത്തൊന്നും ഇന്നത്തെ കാലത്ത് പേരൻസിന് പോലും ഉപദേശിക്കാനോ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനോ പറ്റാത്തൊരു സാഹചര്യമായത്. ഒന്ന് ആലോചിക്കടേ, നല്ലത് പറഞ്ഞു കൊടുക്കുമ്പം ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഇതിപ്പം ശരിക്കും പറഞ്ഞ ഒരു കേസ്, ഇനി ഇതൊന്നും അല്ല, ഇതിൻ്റെ അപ്പുറം ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. കാര്യം അങ്ങനെയാണ്. എത്രയോ കേസസ് കഴിഞ്ഞ വർഷമൊക്കെ എടുത്ത് സ്വന്തം അച്ഛനെയും അമ്മയും വരെ ഓരോരുത്തർ എന്തെല്ലാം കാണിക്കുന്നു. ഞാനത് എടുത്തെടുത്ത് പറയുന്നില്ല. യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിൻ്റെ കുറച്ച് ഭാഗമായതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഈ സെൻസിറ്റീവ് സാധനങ്ങൾ വന്ന് സംസാരിക്കാൻ പറ്റത്തില്ല.
അപ്പോൾ ഇതൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ആലോചിക്കും, അച്ഛനെന്നോ അമ്മയോ എന്നോ ഒരു വിചാരവും ഇല്ലാത്തതാണ്. അപ്പം മക്കളെയൊക്കെ ഇനിയെങ്കിലും നല്ല രീതിയിൽ കെയർ ചെയ്ത് വളർത്തുക, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. കേരളത്തിൽ നടക്കിയ വയോധികന്റെ കൊലപാതകത്തിലെ മുഖ്യ പ്രതികളായിട്ട് മാറിയത് കുട്ടിക്കുറ്റവാളികളാണ്. ഈ കുട്ടിക്കുറ്റവാളികളുടെ ഓരോ പ്രവൃത്തികളും പോലീസ് ചോദ്യം ചെയ്യലിൽ നിന്നും ഇവർ പറയുമ്പോൾ പോലീസ് പോലും അമ്പരപ്പിക്കുന്ന രീതിയിലാണ്. കാരണം 2017 പുറത്തിറങ്ങിയ സ്പൈഡർ എന്ന ഈ സിനിമ, ആ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു ഇവർ ആദ്യഘട്ടത്തിൽ ഈ കൊലപാതകം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. ആ സിനിമ പങ്കുവയ്ക്കുന്നതാണ്, അതായത് ഒരു കുട്ടിയുടെ കഥയാണ്. ആ കുട്ടി വലിയ കല്ലുകൾ ഉപയോഗിച്ച് മുകളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് ആളെ കൊല്ലുന്ന രീതിയാണ് ആ സിനിമയിൽ പങ്കുവയ്ക്കുന്നത്. അതേ മാതൃകയിൽ ഈ വീടിൻ്റെ ഓട് മാറ്റി അകത്ത് കിടന്ന വലിയ കല്ലുപയോഗിച്ച് അദ്ദേഹം ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേത്തേക്കിടാനായിരുന്നു ശ്രമം. എന്നാൽ അത് പാളി വീടിന് മച്ചുണ്ടായിരുന്നു. തുടർന്നാണ് വീടിൻ്റെ ആസ്പെറ്റോസ് ഷീറ്റ് ഇളക്കി അകത്ത് കിടക്കുകയും തുടർന്ന് ഇദ്ദേഹത്തെ കെട്ടിയിട്ട് ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുകയും ചെയ്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് എങ്ങനെ ഇത്രയും വൈരാഗ്യ ബുദ്ധി വന്ന്? ഇവിടെ ലഹരി എന്ന് പറയുന്ന ഒരു സാധനം മെയിൻ ഘടകമാണ്. അതൊക്കെ ഇവിടെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനെപ്പറ്റിയൊക്കെയാണ് പോലീസുകാർ അന്വേഷിക്കേണ്ടത്. തൂഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കുറേ പരിപാടികളുണ്ടല്ലോ. ഇപ്പോഴും നമ്മുടെയൊക്കെ നാട്ടുകളിൽ ഇതിനൊന്നും ഒരു കുറവുമില്ല. തൂഫാൻ വന്നിട്ടൊന്നും ഒരു പ്രയോജനമില്ല. 9,000 പേരെ കണ്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് കേട്ട്. എനിക്കറിയാൻ വയ്യ ഈ 9,000 പേര്, ഇപ്പം 9,000 പേരും ജയിലിലുണ്ടോ എന്ന്, ജയിലിലെ സ്ട്രെങ്ത് എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. പല ആൾക്കാരെയും പിടിക്കും, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇൻഫ്ലുവൻസ് കാരണം സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങും. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ എണ്ണവും ഈ പറയുന്ന ഈ ഏജിലുള്ള ഇപ്പോൾ ചെറിയ പിള്ളേർ ലഹരി യൂസ് ചെയ്യാത്തത് ആരുണ്ട്? എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തൂഫാൻ എന്നൊക്കെ പറഞ്ഞ് നാട് നന്നാക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് എന്തോയി ഓരോ കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പ്രോപ്പറായിട്ട് ഈ ഒരു കാര്യത്തിൽ എല്ലാ സ്കൂളുകളിലും ഉൾപ്പെടെ എല്ലായിടത്തും അന്വേഷണം വേണം. ലഹരി എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഈ ഒരു കേസിലൊക്കെ. ദൃശ്യങ്ങൾ ആ പെൺകുട്ടിയെ കാണിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്നുള്ള പണവും അതോടൊപ്പം തന്നെ ആ സ്വർണ്ണാഭരണങ്ങളും ഇവർ കൈക്കലാക്കുന്നു. അതിൽ ഒരു മോതിരം ഇവർ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് സിനിമ സ്റ്റൈലിൽ ഈ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് പെൺകുട്ടിയെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്, എന്തൊക്കെയാണ് അയാളെ ചെയ്തേക്കുന്നത്, എങ്ങനെയാണ് അയാളെ ഇങ്ങനെ പരിപാടി ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഒന്ന് ആലോചിക്കാത്ത. അത് എന്തുകൂടെ ഇത് സിനിമ കാണുവാണോ? എനിക്കറിയാൻ മേലായിട്ട് ഞാൻ ചോദിക്കുക. ഇവരുടെയൊക്കെ വിചാരം എന്തോ, ഇവരിതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കപ്പെടത്തില്ലെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഈ പിള്ളേർക്ക് ചില പിള്ളേരുണ്ടല്ലോ, എല്ലാ പിള്ളേരെയും ഈ ഏജിലുള്ള പിള്ളേരെ ഞാൻ അടിച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ ചില പിള്ളേർ ഒരു ബോധമില്ല, അതെനക്ക് വീടിനും വേണ്ട നാടിനും വേണ്ട എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന കുറേ എണ്ണം. ഒന്ന് ആലോചിച്ചോണം, ഇത് ആൺകുട്ടി അല്ല, ഇത് പെൺകുട്ടിയാണ് ഇതിൻ്റെ മെയിൻ മാസ്റ്റർ ബ്രെയിൻ. അപ്പം ഇവിടെ ആണുങ്ങളെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഈ പെൺകുട്ടിയാണ് ഈ 2 ചെറുക്കന്മാരെയും കൂടെ ഇതിനകത്തോട്ട് പിടിച്ചിടുന്നത്. യവന്മാർക്കും ബോധമില്ലെന്നൊന്ന് ആലോചിക്കുക. പിന്നീടുള്ള പണം അവരുടെ കൈവശമാണ് സൂക്ഷിച്ചിരുന്നത്. അതിനിടയിലാണ് ഇവർ പോലീസിൻ്റെ പിടിയിലാകുന്നത്. പ്രധാനമായിട്ടും പലപ്പോഴും ഈ പെൺകുട്ടിയെ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ കൃത്യമായ രീതിയിൽ ഉത്തരം പറഞ്ഞ പെൺകുട്ടി പിന്നീട് ഈ കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ പൊട്ടിക്കരയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഈ ബന്ധു എന്ന് പറയുന്ന ഈ ശിവൻകുട്ടി പലപ്പോഴും ഈ പെൺകുട്ടിയുടെ പല ഇടപെടലുകളെയും എതിർത്തിരുന്നു. കൂടുതൽ ആൺ സുഹൃത്തുക്കളുമായിട്ട് ഈ പെൺകുട്ടിക്ക് ബന്ധമുണ്ടായിരുന്നു. വീട്ടിൽ വൈകി വരുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. കൂടുതൽ മൊബൈൽ ഉപയോഗം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ എതിർത്തിരുന്നു. ഇതിനോടുള്ള കടുത്ത പകയാണ് ഈ പെൺകുട്ടിയിൽ ഉണ്ടായിരുന്നത്. ആ പക ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളെ ഉപയോഗിച്ച് ഇയാളെ വകവരുത്തുക എന്ന ഒരു രീതിയാണ് ഇവർ അവലംബിച്ചത്. മാസങ്ങൾക്ക് മുൻപേ തന്നെ ഈ ഒരു പദ്ധതി ഇവർ പ്ലാൻ ചെയ്തിരുന്നു. ആദ്യം വിഷം കൊടുത്ത് കൊല്ലാൻ ഇവർ ശ്രമിച്ചു. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇത്രയും കേസുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഈ കുട്ടികളെന്ന് പറയുന്നത് ഇവർക്ക് ഇതിനെപ്പറ്റിയുള്ള ബോധമോ വിവരമോ വേറെ ഒന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൻസിൻ്റെ കയ്യിൽ പ്രശ്നമാണ്. ഇതിൽ ഈ ഒരു കൺഫെഷൻ സമയത്ത് ഈ ഒരു പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ആരുമായിട്ടും വലിയ സുഹൃത്തുക്കളില്ല, എനിക്ക് വേറെ മറ്റേ അച്ഛനും അമ്മയായിട്ടൊക്കെ എനിക്ക് വലിയ അടുപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഈ മക്കളെയൊക്കെ ഉപയോഗിച്ചിട്ട് അന്യ സ്ഥലത്ത് പോയി കിടക്കും. ഇനിയിപ്പം ഈ പറയുന്ന അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണോ എന്ന് അറിയത്തില്ലേ. എനിക്ക് അതിനെപ്പറ്റിയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. ആണെങ്കിൽ നിങ്ങൾക്കൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, ഇവരുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ. അപ്പം ഇവർ ഈ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് വേറെ സ്ഥലത്ത് പോയി കിടക്കുകയും ഇവർ അവിടെ കിടന്ന് പണിയടിക്കുകയൊക്കെ ചെയ്തിട്ട് എന്ത് പ്രയോജനമുള്ളത്? ഇപ്പം അതിൻ്റെ ഭാവി എന്തായി? പിന്നെ ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊന്നും ഒരിക്കലും ഒരു കാലത്തും വെളിയിൽ വിടരുത്. കാര്യം ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ ബുദ്ധി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. കാര്യം മരണം, കൊലപാതകം എന്നൊക്കെ പറയുന്നത് ഇവരെ സംബന്ധിച്ച്
എന്തു പറയണ്ട, ആ ഒരു ഇമോഷണൽ ഫീലിങ്സും കാര്യങ്ങളും ഒന്നുമില്ല. അതായത് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു തരം പ്രകൃതിയായിരിക്കും ഇവർക്കൊക്കെ. അപ്പം ഇനി മുന്നോട്ടുള്ള കാലം ജയിലിൽ തന്നെ കിടക്കണം. ഇപ്പം ജുവനൈൽ ഹോമാണ്. ഇപ്പം 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നേരെ പിന്നെ ജയിലിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പം ജയിലിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഈ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ട് പ്രായം പരിഗണിക്കുന്നു എന്ന് പറയുന്നൊരു സാധനം ഇതിനകത്തുണ്ട്. ശിക്ഷ വിധിക്ക് മുന്നേ ഒരു രീതിയിലും പരിഗണന കൊടുക്കരുത്. എന്തിനു കൊടുക്കണം? ഇത്രയും ക്രൂരത കാണിച്ച് ഇവർക്കൊന്നും ഒരു രീതിയിലുള്ള ഒരു ദയവും ദാക്ഷിണ്യവും കൊടുക്കരുത്. ഈ കാര്യം ഇവരുടെ ഫ്യൂച്ചർ ഇങ്ങനെ ആക്കിയത് സത്യം പറഞ്ഞ വീട്ടുകാർ അവരെ തന്നെ ബ്ലെയിം ചെയ്താൽ മതി. അവരെയൊക്കെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. അവരെ നാട്ടിൽ കൊണ്ടുവന്ന് അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് മനസ്സിലാക്കണം. അതേ കണക്കന്നെ ലഹരിയുടെ ഉപയോഗം ഇതിനകത്ത് മനസ്സിലാക്കണം. അത് പിന്നീട് മാറ്റി വാഹനാപകടത്തിലൂടെ കൊലപ്പെടുത്താം എന്ന രീതി അവലംബിച്ചു. അതും പിന്നീട് മാറ്റി ഒടുവിലാണ് ഈ ഇളയ മകൾ പ്രസവ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 ദിവസം വണ്ടാനം ആശുപത്രിയിലേക്ക് പോകുന്നു എന്ന വിവരം അറിയുന്നത്. ആ സമയത്ത് ശിവൻകുട്ടി വീട്ടിൽ ഒറ്റക്കായിരിക്കും എന്ന കാരണം കൊണ്ട് തന്നെ ആ ദിവസങ്ങൾ ഇവർ കൊലപാതകത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെ ഈ കൊല നടത്തിയ ശേഷം ഇവർ തിരിച്ച് പരവൂരിലേക്ക് പോകുന്നു. ഈ കൊല നടത്താനായിട്ട് ഇവർ എത്തിയത് ട്രെയിൻ മാർഗമാണ്. ട്രെയിൻ മാർഗമെത്തി ഈ പെൺകുട്ടി നൽകിയ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് ഇവർ എത്തിയത്. ഇവരുടെ ഓരോ മൂവ്മെൻറ്റും കൃത്യമായി മൊബൈൽ ഫോണിലൂടെ ഈ പെൺകുട്ടിയും ഈ ആൺ സുഹൃത്തുക്കളും തമ്മിൽ സംസാരിക്കുന്നത് ആ രേഖകൾ സഹിതം പോലീസിൻ്റെ പക്കലുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ ഇവരെ 4 പേരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ. അതായത് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്ത് ആ 2 ചെറുക്കന്മാരെ അവിടെ ചെന്നു ഇങ്ങനൊരു സംഭവം നടത്തി. എന്തുമാത്രം ധൈര്യം ഉണ്ടെന്ന് ആലോചിക്കുക. ഇത് ഒരിക്കലും നോർമലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാനതാ പറഞ്ഞത്, ലഹരി അടിച്ച് മൂത്തിരുന്ന് ചെയ്ത പരിപാടിയായിരിക്കും ഇത്. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇനിയുള്ള കാലം അങ്ങോട്ട് ഇനി നടക്കാൻ പോകുന്നത്. അല്ല വേറെ ഒന്നും അല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിപ്പോയി. പിള്ളേർ തലതിരിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഇവരെ ഒന്നും ഇനി പിടിച്ച് ഇനി നേരെയാക്കാനും നേർവഴിക്ക് കൊണ്ടുവരാനും ശ്രമിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. കൈവിട്ടു പോയി. പണ്ടത്തെയൊക്കെ കാലത്ത് എന്ന് പറയുന്നത് സാറ്റ് കളിക്കുകയും പോലീസ് കളി കളിക്കുകയും എന്തോ പിന്നെ അരിയും കൂട്ടാനും കളിക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു. ഇപ്പം നേരെ തിരിച്ചാ എങ്ങനെ ഒരാളെ കൊല്ലണം എന്നൊക്കെയുള്ളൊരു പ്ലാനിങ് ആണ് ഇടുന്നത്. മഹാ അഹങ്കാരികളായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കുറേ എണ്ണം. വ്യക്തമായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടിക്ക് ഈ ബന്ധുവിനോട് തോന്നിയ പക തന്നെയാണ്. ഈ പെൺകുട്ടിയുടെ പല കാര്യങ്ങളിലും ബന്ധു അമിതമായിട്ട് ഇടപെടുന്നു എന്നതാണ്. ആ ഒറ്റ കാരണമാണ് ഈ കൊലപാതകത്തിലേക്ക് ഈ 3 സുഹൃത്തുക്കളെ കൂടി ഈ പെൺകുട്ടി വലിച്ചിഴച്ചുകൊണ്ട് കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഇത് നടപ്പിലാക്കിയത്. എന്തായാലും ഈ പെൺകുട്ടിയും അതോടൊപ്പം തന്നെ ഈ 3 ആൺകുട്ടികളും ചെയ്തിരിക്കുന്നത് വലിയ മുതിർന്ന ആളുകൾ ചെയ്യുന്നതിന് സമാനമായ കുറ്റകൃത്യമാണ് എന്ന് തന്നെ ആയിരിക്കും പോലീസ് സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുക്കുക. ആ രീതിയിലുള്ള ശിക്ഷ ഇവർക്ക് നൽകണമെന്നായിരിക്കും പോലീസ് ആവശ്യപ്പെടുക. വൈകാതെ ഇവരെ എത്തിച്ച സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. ഇതിൽ വേറെ ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഒരു മറ്റേ ബിഹേവിയറിൽ നിന്ന് തന്നെ ആൾക്കാർക്ക് അവിടെയുള്ള നാട്ടിലുള്ളവർക്ക് തന്നെ ഒരു സംശയം തട്ടിയതാണ്. ഒന്നും അറിയാതെ വീട്ടിൽ ചെല്ലുന്നു. കതവ് എത്ര കൊട്ടിയിട്ടും കതവ് തുറക്കുന്നില്ല. മുത്തച്ഛൻ അവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല എന്നും പറഞ്ഞിട്ട് അടുത്തുള്ള വീടുകളിൽ ചെല്ലുന്നു. ആ പെൺകുട്ടിയുടെ കൂടെ വേറെ ഏതൊരു ചെറുക്കനുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അങ്ങനെ ആൾക്കാരെല്ലാവരും കൂടെ ഓടിക്കൂടുന്നു. ഇത് കണക്ക് കതവ് ചവിട്ടി പൊളിക്കുന്നു. അതായത് അപ്പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ വിളിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് കതവ് ചവിട്ടി പൊളിക്കുന്നു. തുറന്നപ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ കിടക്കുന്നത്. അപ്പം ഈ പെൺകുട്ടിയുടെ ആ സമയത്തെ പെരുമാറ്റത്തിൽ നിന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ നാട്ടുകാർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി അങ്ങോട്ട് കടയിൽ ചെന്നിട്ട് ലഡു വാങ്ങിച്ചുകൊണ്ട് വരാനൊക്കെ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നു. ഇനി ഇതിൻ്റെ ആഘോഷം നടത്താൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയാൻ വയ്യ. ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇനി പോലീസുകാർ ഇവരെ കുടുക്കിയ ഒരു രീതിയുണ്ട്. അതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് കാണാം. കൊലപാതകത്തിന് ശേഷം പെൺകുട്ടിക്ക് കൃത്യമായ പങ്കുണ്ടെന്ന് പോലീസിന് ആദ്യം തന്നെ വ്യക്തമായത് മുതൽ പെൺകുട്ടി നിരീക്ഷണത്തിലായിരുന്നു. പിന്നീട് ഈ ആൺ സുഹൃത്തുക്കളിലേക്ക് എത്തുന്നത് പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്നല്ല. അതിനു മുൻപേ തന്നെ CCTV, അതായത് ഹരിപ്പാട് KSRTC ബസ് സ്റ്റാൻഡിൽ പുലർച്ചെ 3:30 ഇവർ KSRTC ബസ്സിൽ കയറി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് നിർണായകമായി. ഒപ്പം തന്നെ അവർ ഈ ശനിയാഴ്ച രാത്രി ഇവിടെ എത്തുന്നു. ഞായറാഴ്ച രാവിലെ ഈ കൃത്യം നടത്തിയ ശേഷം 3:30 ഇവർ ട്രെയിനിലാണ് കൊല്ലത്ത് നിന്ന് വരുന്നത്. അതിനുശേഷം കൊലപാതകം നടത്തി KSRTC ബസ്സിൽ ഹരിപ്പാട് നിന്നും കൊല്ലത്തേക്ക് പോകുന്നു. ആ സമയത്ത് തട്ടുകടയിൽ കയറി ആഹാരം കഴിച്ചിട്ടുണ്ട്. അതായത് അത്യാവശ്യം സ്വർണവും കാര്യങ്ങളും ഒക്കെ അടിച്ചു മാറ്റി അയാളുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് ഒരു മോതിരവും വിറ്റ് അത് മോതിരം വിൽക്കുന്നു. പിന്നെ അതിനുശേഷം എങ്ങനെങ്കിലും കടന്നു കളയാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ശ്രമിക്കുന്നു. പോലീസ് ഇതിൽ പോയ ഒരു റൂട്ടുണ്ട്. അതായത്
ഈ പെൺകുട്ടിയെ പിടിച്ച സമയത്ത് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ വഴി പെൺകുട്ടിക്ക് വരുന്ന മെസ്സേജുകൾ ഇവർ ഫോളോ ചെയ്ത് അതിനകത്ത് 2 മെസ്സേജ്, അതായത് ഈ കൃത്യം നടത്തിയേക്കുന്ന 2 പേരുണ്ടല്ലോ, അവരെടുത്ത് ഈ പെൺകുട്ടി സംസാരിക്കുന്ന പോലെ പോലീസുകാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വാട്സാപ്പ് വഴി. അങ്ങനെയാണ് നൈസായിട്ട് തൂക്കിയത്. എങ്ങനെ ഇരിക്കുന്നത് ഒന്ന് ആലോചിക്ക്. ഇവർക്കൊക്കെ ഇവർ എന്തുവാടെ ഇത്? ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് അങ്ങ് ഭയങ്കര സിമ്പിളാണ് ഇത്. എന്നാലും ഇവർക്ക് എന്തുവാണ് ഇവരുടെയൊക്കെ മനസ്സിൽ? ശരിക്കും ഈ ഒരു വാർത്തയൊക്കെ എന്താ പറയേണ്ട വന്നത് അല്ലേ? ഇത് കേൾക്കുന്ന ഓരോ വീട്ടിലെ പേരൻസും അവരും ഭയങ്കര ഞെട്ടലോടെ ആയിരിക്കും. അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. 540 രൂപയ്ക്കാണ് 3 പേർ അവിടെ ആഹാരം കഴിച്ചതിന്റെ ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് അടക്കം ആ ഗൂഗിൾ പേ തട്ടുകടക്കാരിൽ നിന്ന് പോലീസ് ശേഖരിച്ചു. അങ്ങനെ അവിടെ നിന്ന് CCTV ലഭിച്ചു. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ഫോൺ പിന്നീട് 2ാം ഘട്ട അന്വേഷണത്തിന് പോലീസ് കസ്റ്റഡി എടുത്തു. പെൺകുട്ടിയുടെ ഫോൺ പോലീസിന്റെ കസ്റ്റഡിയിലാണെന്ന് അറിയാതെയാണ് സുഹൃത്തുക്കൾ പലപ്പോഴും ചാറ്റ് ചെയ്തത്. പെൺകുട്ടിയാണെന്ന വിധേയനെ എന്ന ഭാവേനെ പോലീസ് പല മെസ്സേജുകളും ജെൻസി ഭാഷകളിൽ തന്നെ, പെൺകുട്ടി ഉപയോഗിക്കുന്ന ജെൻസി ഭാഷകളിൽ തന്നെ ഈ പോലീസ് അതിവിദഗ്ധമായി ഈ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു. അതേ രീതിയിൽ മറുപടി കിട്ടി. പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ഉറപ്പിച്ചു ഇവർ തന്നെ പ്രതികൾ, ഇതിൽ ആസൂത്രണം ചെയ്തത് ഈ പെൺകുട്ടി തന്നെ. അതിൽ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, അതായത് നമ്മൾ ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വന്നിരുന്നെങ്കിലും തെളിവുകളെ പറ്റി പറഞ്ഞു വരുന്നത് ഇപ്പോഴാണ്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറുന്നത് ഈ വാട്സാപ്പ് ചാറ്റുകളായിരിക്കും, ഈ CCTV ദൃശ്യങ്ങളായിരിക്കും. പെൺകുട്ടിയോട് എപ്പോൾ വരണമെന്നും ഒപ്പം തന്നെ വീഡിയോ കോളിൽ കൃത്യമായി സ്ഥലം കാണിച്ചു കൊടുത്തത് കൂടാതെ വീടിന്റെ ലൊക്കേഷൻ, കൊലപ്പെടുത്താനുള്ള വീടിന്റെ ലൊക്കേഷൻ, മേൽക്കൂരയുടെ ഫോട്ടോ, അതായത് പെൺകുട്ടി നേരത്തെ തന്നെ വീടിന്റെ മുകളിലത്തെ ഭാഗം മറ്റൊരു, അതായത് വീടിന്റെ തൊട്ടടുത്ത് പണി പൂർത്തിയാകാതെ കിടക്കുന്ന മറ്റൊരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി സ്വന്തം വീടിന്റെ മേൽക്കൂര ഫോട്ടോ എടുത്ത് ഇവർ കഴിച്ചിട്ടുണ്ട്. ഇപ്പം എന്തുമാത്രം പ്ലാനിങ് ആയിരിക്കും. സ്വന്തം വീട്ടിൻ്റെ മേൽക്കൂരയുടെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. അതായത് വളരെ പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. ഇത്രയും വൈരാഗ്യം ഇതിൻ്റെ പിന്നിലുണ്ടാവേണ്ട കാര്യം എന്താ? ഇതിനകത്ത് ഈ കുട്ടിയെടുത്ത് മിസ്ബിഹേവ് ചെയ്തു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്ത് പറയണ്ട, രക്ഷപ്പെടാൻ വേണ്ടി ഇനിയിപ്പോൾ അങ്ങനെയല്ല പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു സ്കൂളിലെ സെക്യൂരിറ്റി എങ്ങാണ്ട് ഈ എന്താ പറയുക ഒരു പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട് അകത്ത് പോയിട്ടുണ്ടായിരുന്നു. അതായത് വൈരാഗ്യം തീർത്തതാണ്. എന്നെ കയറി മോശമായിട്ട് എന്നോട് പെരുമാറി എന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടി മൊഴി കൊടുത്തതാണ്, കള്ളമൊഴി കൊടുത്തതാണ്. അപ്പോൾ അതേപോലെ തന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പം എല്ലാവരും പറയുന്നത്, ഇപ്പം എന്തുണ്ടെങ്കിലും പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു, എന്നോട് അങ്ങനെ കാണിക്കാൻ ശ്രമിച്ചു, ചുമ്മാ ആയിരിക്കും. ഇനി രണ്ടാമതൊരു കാര്യം, ഇവത്തേടെയൊക്കെ ഫോട്ടോകൾ കാണിക്കണോടെ ക്രിമിനൽസാണ്, ഒരു ദാക്ഷണ്യം വേണ്ട. ഇതിൻ്റെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചൈൽഡ് ലൈൻ ഒന്നും കേസ് എടുക്കേണ്ട ആവശ്യമില്ല. ഫോട്ടോസുകൾ പുറത്തു വിടണം, ഫോട്ടോസ് പുറത്തു വിട്ട് സമൂഹം കാണണം, ഇവരെ കാണണം. അല്ലാതെ ഇത് ഒളിപ്പിച്ച് വെച്ചിട്ടൊരു കാര്യവുമില്ല. പക്ഷേ ഈ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു, അതായത് ഓടിന്റെ താഴെ ഉള്ള മച്ച് തടിയാണ്. തടി പക്ഷേ പെട്ടെന്ന് മാറും, അതായത് ചവിട്ടിയാൽ മാറിപ്പോകുന്ന ഒരു മച്ചാണെന്നാണ് പെൺകുട്ടി കരുതി. പക്ഷേ ആ പദ്ധതി പാടി 2017 AR മുരുകദോസിന്റെ സംവിധാനത്തിൽ തമിഴിലും തെലുങ്കിലും പുറത്തിറങ്ങിയ സിനിമയുടെ അനുകരണം അല്ലെങ്കിൽ അത് പ്രചോദനമായി ഒരു ബാലൻ കല്ല് ഒരാളുടെ ഉറങ്ങിക്കിടക്കുന്ന ആളുടെ മുഖത്തേക്കിട്ട് കൊലപ്പെടുത്തുന്നു. അതിദാരുണമായ കൊലപാതകം. അത് ആസൂത്രണം ചെയ്തെങ്കിൽ അത് പാളി. മറ്റു കൊലപാതകത്തിലെ സങ്കീർണതകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ രീതിയിൽ കൊലപാതകം പദ്ധതി ആസൂത്രണം ചെയ്തത്. ഓക്കെ, എന്തായാലും ആസൂത്രണ രീതിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പം ഇതിനകത്ത് കൂടുതൽ സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി എന്തായാലും പോലീസ് ഓഫീസർ ഈ ഒരു വിഷയമായിട്ട് സംസാരിക്കുന്നുണ്ട്. പോലീസ് ഓഫീസറിൻ്റെ സംസാരത്തിൽ നിന്നും ഇത് വ്യക്തമാണ്. കാര്യം ഇവർ എന്ത് ഉദ്ദേശത്തിലാണ് ഇവർ ഈ ഒരു കൃത്യം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് റിവെഞ്ചിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് കാമുകൻ്റെ അടുത്ത് പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് ഈ പെൺകുട്ടി, എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം കാമുകൻ ഇത് കേൾക്കുമ്പോഴത്തേക്ക് എന്തുവാ, ആഹാ എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് അവൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ, എനിക്ക് പണി കൊടുക്കണമല്ലോ, ആ ഒരു സെറ്റപ്പാണ്. ആദ്യം ഈ കൊല്ലപ്പെട്ട ആളുടെ അടുത്ത ബന്ധുവായ ഒരു പെൺകുട്ടീനെയൊക്കെ നമ്മൾ മൊഴികളെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളും മറ്റൊക്കെ കാണുകയുണ്ടായി. അങ്ങനെ പാരലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു ആംഗിളിൽ കൂടെ നടത്തുകയുണ്ടായി. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോഴാണ് ഒരു കൊല്ലത്തു നിന്നുള്ള ഈ ഒരു പെൺകുട്ടിയുടെ ഒരു കാമുകനും സുഹൃത്തും ആയ ഒരു യുവാവും അയാളുടെ സുഹൃത്തുക്കളും കൂടി ഇവിടെ വന്നിട്ട് ഈ ഒരു ക്രൈം ചെയ്തതായിട്ടുള്ള ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അതിൽ നടത്തുകയുണ്ടായി. അപ്പോഴാണ് ഏകദേശം ഇതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ പോലീസിന് മനസ്സിലാവുന്നത്. അപ്പോൾ ഏകദേശം 15-ാം തീയതി വൈകിട്ട് സാറ്റർഡേ ഈവനിങ്ങോടുകൂടിയാണ് അവിടെ നിന്ന് കൊല്ലത്തുനിന്ന് ഈ പെൺകുട്ടിയുടെ പ്രേരണയിലാണ് ഇവർ വരുന്നത്. അതായത് ഇവിടെ വീട്ടിൽ സ്വർണം ഉണ്ടെന്നുള്ളതും സ്വർണവും പൈസയും അപഹരിക്കാന്നുള്ളൊരു പ്ലാനോട് കൂടിയാണ്
ഈ സുഹൃത്തുക്കളുമായിട്ട് ഈ ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നത്. അതുകൂടാതെ ഈ പെൺകുട്ടി ഈ ഇദ്ദേഹം ബാഡ് ടച്ച് ചെയ്തിട്ടൊക്കെ ഇയാളോട് പറഞ്ഞിട്ട് ഒരു റിവെഞ്ചിന്റെ ഒരു ആംഗിൾ കൂടി ഇതിൽ വരുന്നുണ്ട്. കേട്ടല്ലോ, റിവെഞ്ചിൻ്റെയും കൂടെ ഒരു ആംഗിൾ ഇതിനകത്ത് വരുന്നുണ്ട് എന്ന്. പിന്നെ അത് മാത്രമല്ല, സ്വർണവും കാര്യങ്ങളും ഈ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കൂടിയാണ് വരുന്നതെന്ന്. ഇനിയിപ്പോൾ ഈ സ്വർണം ഇതെല്ലാം എടുത്തുകൊണ്ട് കടന്നു കളയാനുള്ള പരിപാടിയായിരുന്നു. ഒന്നുമില്ല, ഒന്നിനും ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ നടക്കുമല്ലേ, നടക്കട്ടെ. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ എന്ത് പറയാൻ, ആൾ മരിച്ചുപോയി. ഇനിയിപ്പോൾ എന്ത് നടത്തിയെന്ന് പറഞ്ഞിട്ട് എന്തുവാ? മൂന്നിൻ്റെയും പ്രായം എന്ത് മാത്രം ഉണ്ട്, അതിനെപ്പറ്റി ചിന്തിക്കുക. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.